നാട്ടിൽ ഞാൻ ചെറുപ്പത്തിൽ കളിച്ച് വളർന്നിട്ടുള്ള ഒരു പുഴയുടെ അടുത്തല്ല, കണ്ടോ വെള്ളം കണ്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ഈർക്കിൽ പൊട്ടിച്ച് അറ്റത്തൂരാൻ കൊടുത്തിട്ട് തവളയൊക്കെ പിടിക്കുമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മളൊരു തവളയെ പിടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അതിൽ ഈ തവളയെ വെച്ചിട്ട് ഗ്യാസ് അടുപ്പിൻ്റെ മേലെ കൊണ്ടുവെക്കുന്നു. ക്യാമറാമാൻ വീണ് പോലെ ശ്രദ്ധിച്ചെടുക്കണേ. ഓക്കെ, അപ്പോൾ ഈ ഗ്യാസ് അടുപ്പിൻ്റെ മേലെ വെച്ചിട്ട് കത്തിച്ചു. വെള്ളം ഇങ്ങനെ ചൂടാവാൻ തുടങ്ങി. തവള എന്ത് ചെയ്യുന്നറിയോ? നമ്മളാണ് ആ വെള്ളത്തിലുള്ളെങ്കിൽ നമ്മൾ ജമ്പ് ചെയ്ത് രക്ഷപ്പെടും. പക്ഷെ തവള അങ്ങനെ ചെയ്യില്ല. തവള എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ വെള്ളം ചൂടാകുന്നതിനനുസരിച്ച് ഇങ്ങനെ നല്ല ചൂടുവെള്ളത്തിൽ ഇങ്ങനെ സുഖിച്ചിരിക്കും. കാരണം തവളയുടെ സ്കിന്നിനൊരു പ്രത്യേകതയുണ്ട്. ചൂട് കൂടുന്നതിനനുസരിച്ച് സ്കിന്നിൽ ഇങ്ങനെ ആ ചൂട് താങ്ങാനുള്ളൊരു എബിലിറ്റി ഉണ്ടാക്കാം. അപ്പോൾ ഈ തവള എന്ത് ചെയ്യും? ചൂട് കൂടി തിളച്ച് വരുന്നതിനനുസരിച്ച് ഈ ഓപ്ഷൻ ഇങ്ങനെ കൂട്ടാൻ തുടങ്ങും. ടിങ് ടിങ് ടിങ്. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു, തവള ഇത് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവസാനം കൂട്ടി അവസാനം ഈ ഓപ്ഷൻ തീരും. ടിങ് ടിങ് ട്രിങ്, തീർന്നു. ഇതിനപ്പുറത്ത് തവളയ്ക്ക് ഓപ്ഷൻ കൂട്ടാനില്ല. അപ്പോൾ ചങ്ങാതിക്ക് മനസ്സിലാവും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ജമ്പ് ചെയ്യണം. അപ്പോൾ പുള്ളി ജമ്പ് ചെയ്യാൻ നോക്കുമ്പോൾ പറ്റില്ല. കാരണം ഈ ഓപ്ഷൻ കൂട്ടി കംപ്ലീറ്റ് എനർജിയും തീർന്നു പോയി. ഇനി ജമ്പ് ചെയ്യാനുള്ളൊരു എനർജി ഇല്ല. അപ്പോൾ പിന്നെ തവള അവിടെ നിന്ന് ചത്തു. അപ്പോൾ അവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, തവളക്ക് പറ്റിയത് ജമ്പ് ചെയ്യാനുള്ള കഴിവില്ലാത്തതുകൊണ്ടല്ല തവള ചത്തുപോയി. റൈറ്റ് ടൈമിൽ റൈറ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ചങ്ങാതി ചത്തുപോയത്. അപ്പോൾ വി ഹാവ് ടു ടേക്ക് decisions on time, then only we can be successful. Keep in mind. Thank you so much.